ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. ഭീകര നാശനഷ്ടങ്ങളാണ് ഇറാന് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്ന ഇറാന് എന്താണ് ഈ യുദ്ധത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിസൈലുകൾ ഇറാനിൽ ഇത്രയധികം നാശം വിതച്ചത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമായി ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പാളിച്ചയാണ് ഇതിനെല്ലാം വഴിവെച്ചത്. ചൈനയിൽ നിന്ന് വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു ഇറാന്റേത്. ചൈന അവകാശപ്പെട്ട ശക്തിയൊന്നും HQ-9B എന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇല്ലെന്നാണ് ഇറാൻ യുദ്ധത്തോടെ വീണ്ടും തെളിയുന്നത്. ഇതോടെ ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം വമ്പൻ പരാജയമായി എന്ന വിലയിരുത്തലിലേക്കാണ് ഇറാൻ ആക്രമണം വിരൽ ചൂണ്ടുന്നത്. അടുത്ത കാലത്താണ് ഇറാൻ ചൈനയിൽ നിന്ന് HQ-9B എന്ന വ്യോമ പ്രതിരോധ സംവിധാനം കരസ്ഥമാക്കിയത്. ഇറാനും ചൈനയും ഊർജ്ജ പ്രതിരോധ രംഗത്ത് അടുത്ത ബന്ധുക്കളാണ്. ഈ ബന്ധുത്വത്തിന്റെ ഭാഗമായി ഇറാൻ ചൈനയ്ക്ക് എണ്ണ കൈമാറുകയും പകരമായി ഇറാൻ ചൈനയിൽ നിന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ധാരണയുണ്ടായിരുന്നു. അങ്ങനെയാണ് അടുത്തിടെ HQ-9B ഇറാനിലെത്തിയത്. പക്ഷേ ചൈന അവകാശപ്പെട്ടതുപോലെ 50 കിലോമീറ്റർ പോയിട്ട് 5 മീറ്റർ ദൂരത്ത് പോലും മിസൈലുകൾ കണ്ടെത്തി തടയുന്നതിൽ HQ-9B പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിലേക്കാണ് ടെഹ്റാനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ചൈന നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ലോകത്ത് തന്നെ പേരുകേട്ട റഷ്യയുടെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോട് കിടപിടിക്കുന്നതാണ് എന്ന അവകാശവാദത്തോടെയായിരുന്നു ചൈന HQ-9B ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. 260 കിലോമീറ്ററാണ് ദൂരപരിധി. 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ ആകാശത്തിൽ വെച്ച് തന്നെ ശത്രുവിന്റെ ആക്രമണത്തെ നിഷ്പ്രഭമാക്കും. ഇതൊക്കെയായിരുന്നു ചൈന അവകാശപ്പെട്ടിരുന്നത്. അത് വിശ്വസിച്ച് ചൈനയ്ക്ക് എണ്ണ പകരം കൊടുത്ത HQ-9B കരസ്ഥമാക്കിയ ഇറാന് സംഭവിച്ചതു. US ഇസ്രായേൽ സഖ്യത്തിന്റെ അതിശക്ത വ്യോമാക്രമണത്തിന് മുന്നിൽ ഈ സംവിധാനങ്ങൾ നിഷ്പ്രഭമായി. ഇറാന്റെ 31 പ്രവിശ്യകളിൽ ടെഹ്റാൻ ഉൾപ്പെടെ 21 പ്രവിശ്യകളും അടിമുടി തകർന്നു. എന്താണ് HQ-9B എന്നും അതിന്റെ സവിശേഷതകളെക്കുറിച്ചുകൂടി അറിയേണ്ടതുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായി പറയപ്പെടുന്നത് അമേരിക്കയുടെ പേട്രിയറ്റും റഷ്യയുടെ S-300ഉമാണ്. ഇതാണ് ചൈനയ്ക്കും സ്വന്തമായി ഒരു മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം രൂപപ്പെടുത്തുന്നതിലേക്ക് പ്രചോദനമായത്. അങ്ങനെ ചൈനയിലെ എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ HQ-9Bയുടെ പണിപ്പുരയിലേക്ക് കടന്നു. 2006 ആദ്യമായി സ്വയം വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം ചൈന ആദ്യമായി പരീക്ഷിച്ചു. 50 മുതൽ 260 കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കുമെന്നാണ് ചൈന അവകാശപ്പെട്ടത്. ഒരേ സമയം 100 ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും 8ഓളം ലക്ഷ്യങ്ങളെ നേരിടാനും ശേഷിയുണ്ട് എന്നും ചൈന അവകാശപ്പെട്ടിരുന്നു. എണ്ണയ്ക്ക് പകരം ആയുധം എന്ന കരാറിൽ രാജ്യത്തെത്തിച്ച HQ-9B തങ്ങളുടെ ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും കാവലാകുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചു. ഈ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിലെ കുന്തമുണിയായ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയും ഇതിലുണ്ട് എന്ന അവകാശവാദം കൂടി ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ആദ്യമായിട്ടാണോ ചൈനയുടെ HQ-9B പരാജയപ്പെടുന്നത്? അല്ല എന്ന് ഉത്തരം ലളിതമായി പറയാം. ഇറാന് മുൻപ് പാകിസ്ഥാനും ചൈന ഇതേ സാങ്കേതിക വിദ്യ കൈമാറിയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മെയ്യിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളെ ചെറുക്കുന്നതിലും ചൈനയുടെ HQ-9B പരാജയമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. 3 ദിവസം നീണ്ട ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കാര്യമായ നാശനഷ്ടമുണ്ടായി. ഇതും HQ-9Bയുടെ പരാജയത്തിന് തെളിവാണ്. അതേസമയം ചൈനയുടെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം HQ-9B തന്നെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ബീജിംഗ്, ടിബറ്റ്, ദക്ഷിണ ചൈന കടൽ എന്നിവിടങ്ങളിൽ HQ-9Bയാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇറാനും നദാൻസ് ആണവ നിലയം, ഇസ്ഫഹാൻ വ്യോമത്താവളം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾക്ക് ചുറ്റും ഇത് വിന്യസിച്ചിരുന്നു. അതോടൊപ്പം ഇറാനിൽ നടക്കുന്ന ശക്തമായ ആക്രമണങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പങ്കുവെക്കാനുണ്ട്. ഇറാനുമായി 3ാം ഘട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആക്രമണം നടത്തിയത് ഇസ്രായേലാണെന്ന തരത്തിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ അസ്ഥാനത്താക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. ജനീവയിൽ ആണവ ചർച്ച നടക്കുമ്പോൾ തന്നെ ഇസ്രായേലിലെയും അമേരിക്കയിലെയും സൈനിക ആസൂത്രകർ ഇറാനെ ആക്രമിക്കാൻ അന്തിമ രൂപം നൽകിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജനീവയിലെ ചർച്ച കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ഇറാനിൽ മിസൈൽ വർഷിക്കുകയും ചെയ്തു. ഫലമോ? പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം 48 പ്രമുഖ നേതാക്കൾ ഇറാനിൽ കൊല്ലപ്പെട്ടു.
സംഘർഷാവസ്ഥ ലഘൂകരിക്കപ്പെടുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി ഇസ്രയേലിന്റെ മിസൈൽ വീണത്. ഖമനേയും ഉന്നത നേതാക്കളും യോഗം ചേരുന്ന സമയം തന്നെ നോക്കി കൃത്യമായി ആക്രമണം നടത്താനായിരുന്നു യുഎസും ഇസ്രയേലും തീരുമാനിച്ചത്. ഇത് കണക്കാക്കിയുള്ള തീയതിയും നിശ്ചയിച്ചു. സ്വാഭാവികമായും ജനീവയിലെ ചർച്ചയ്ക്ക് പിന്നാലെ ഖമനേയി തന്റെ ഉന്നത സഹായികളുമായി ചർച്ച വിലയിരുത്താൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് ഉറപ്പായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം ടെഹ്റാനിൽ വെച്ച് വിവിധ ഉദ്യോഗസ്ഥരുമായി ഖമനേയി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇസ്രയേലിന് രഹസ്യ വിവരം കിട്ടി. അങ്ങനെ വൈകുന്നേരം ആക്രമിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടലും നിശ്ചയവും. പക്ഷേ ശനിയാഴ്ച രാവിലെയാണ് അതിനിർണായകമായ മറ്റൊരു കൂടിക്കാഴ്ച നടക്കുമെന്ന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് ലഭിച്ചത്. ഇതോടെ മുൻ തീരുമാനം റദ്ദാക്കി ആക്രമണം രാവിലത്തേക്ക് മാറ്റി. ഇറാൻ സമയം രാവിലെ 10:30 ആക്രമണമെന്ന് നിശ്ചയിച്ചുവെങ്കിലും കൂടിക്കാഴ്ച എവിടെ നടക്കുമെന്നോ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ അറിവുണ്ടായിരുന്നില്ല. ഖമനേയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെവിടെയോ ആണ് എന്ന് മാത്രമായിരുന്നു അറിവ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ബോംബിട്ടാൽ ഖമനേയി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ സാധ്യത ഇല്ലാതാക്കാൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും പരിസരവും ഒന്നടങ്കമാണ് ബോംബിട്ട് തകർത്തത്. ഇതേ സമയം തന്നെ 30ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടന്നു. ഈ സൈനിക നീക്കത്തിലൂടെ ഖമനേയി ഉൾപ്പെടെ 48 ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്നാണ് ട്രംപ് പിന്നീട് പ്രസ്താവന നടത്തിയത്. ഇറാന്റെ ആണവ പദ്ധതി ഉപേക്ഷിപ്പിക്കാൻ അവരെ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റുക, മിസൈൽ ശേഷി ഇല്ലാതാക്കുക, ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇതായിരുന്നു യുഎസും ഇസ്രയേലും ലക്ഷ്യമിട്ടത്. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും മിസൈൽ ശേഖരത്തിനുടമകളായ ഇറാന്റെ മിസൈലിനെ അമേരിക്കയും ഇസ്രയേലും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് മിസൈൽ ശേഖരശേഷി കുറയ്ക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ലക്ഷ്യം വെച്ച് ഒരു വശത്ത് ജനീവയിൽ ചർച്ച നടക്കുമ്പോൾ സൈനിക നീക്കത്തിനായുള്ള തയ്യാറെടുപ്പുകൾ രഹസ്യമായി തുടരുന്നുമുണ്ടായിരുന്നു. ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഇസ്രയേലിനും യുഎസിനും നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇറാന്റെ വ്യവസ്ഥകൾ സമയം കളയാൻ മാത്രമാണ് എന്ന് ഇരുവരും വിശ്വസിച്ചു. മാത്രമല്ല, ഇറാനെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതിലൂടെ ഏത് വിധേനയും ഇറാനെ ആക്രമിക്കാൻ പഴുതൊരുക്കുകയായിരുന്നു ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. പ്രധാനമായും 3 മേഖലകളിലാണ് ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ ഇന്ധനം നൽകാമെന്ന് അമേരിക്ക പറഞ്ഞുവെങ്കിലും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറായില്ല. മിസൈൽ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇറാൻ വിസമ്മതിച്ചു. പശ്ചിമേഷ്യയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കാനും ഇറാൻ തയ്യാറായില്ല. ഇതെല്ലാം ഇറാന്റെ ഉറച്ച നിലപാടുകളായിരുന്നു. ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഭാവിയിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നാണ് ഇറാൻ ഭയപ്പെട്ടത്. യുഎസ് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഇറാൻ അവഗണിച്ചതോടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കാൻ യുഎസും ഇസ്രയേലും തീരുമാനമെടുത്തു. അതാണ് ഇപ്പോൾ കാണുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്.